തിരുവോണനാളിൽ ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജനലാശുപത്രി ഓണസദ്യയാണ് ഇപ്പോൾ ഹൃദയപൂർവ്വം നൽകിയിരിക്കുന്നത്. CPIM ജനറൽ സെക്രട്ടറി MAB ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. സഖാവെ, വലിയൊരു സന്തോഷമാണ് തിരുവോണനാളിൽ നമ്മൾ സദ്യ കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ട്, കഴിഞ്ഞ വർഷവും നമ്മൾ കവർ ചെയ്തിരുന്നു. ആദ്യമായിട്ട് ഡിവൈഎഫ്ഐയുടെ മുൻ ഭാരവാഹി എന്നുള്ള നിലയിലാണ്. CPIMൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം ഇതും തമ്മിൽ വലിയ ബന്ധമില്ല. കേരളത്തിൽ ഡിവൈഎഫ്ഐ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിലേക്ക് എത്തിച്ചേർന്ന ഒരു വലിയ സന്നദ്ധ പ്രവർത്തനമാണ്. അതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഡിവൈഎഫ്ഐ ആണ് ഇതിന് മുൻകൈയെടുത്ത് ഇതിൻ്റെ സംഘടനാപരമായ ഏകോപനം നടത്തുന്നത് എന്നുള്ളത് ശരിയാണെങ്കിലും ഈ പരിപാടിയുടെ വിജയത്തിന് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ നാട്ടിലെ ജനങ്ങളോടാണ്. ഇവിടെ വിതരണം ചെയ്യുന്ന പൊതിച്ചോറ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറല്ല. ഈ നാട്ടിലെ പലതരത്തിൽപ്പെട്ട ജീവിത സാഹചര്യമുള്ള വീടുകളിൽ അവർ തയ്യാറാക്കുന്ന അവരുടെ ഊണിൻ്റെ ഭാഗമായി ഒരു പൊതി നിങ്ങൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയും ചികിത്സയിൽ കഴിയുന്നവർക്ക് കൂടെ ഇരിക്കുകയും ചെയ്യുന്ന നിർധനരായിട്ടുള്ള ആളുകളുണ്ട്. ചിലർ ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ ഭക്ഷണം വീട്ടിൽ നിന്ന് തയ്യാറായി കൊണ്ടുവരുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. പലതരം പ്രയാസങ്ങളുള്ളവരുണ്ട്. ആ പ്രയാസം മനസ്സിലാക്കി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹൃദയശുദ്ധിയുള്ള മനുഷ്യരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഓരോ പൊതിച്ചോറ് സംഭാവനയായിട്ട് സ്വീകരിച്ച് അത് ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന ഒരു ജോലി ഡിവൈഎഫ്ഐക്ക് ഏറ്റെടുത്തുകൂടാ എന്നാലോചിച്ച് ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അത് ഡിവൈഎഫ്ഐയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രവർത്തനം കേരളത്തിലുടനീളം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനം ഏകോപിക്കുന്ന ഡിവൈഎഫ്ഐയെയും ഈ പ്രവർത്തനവുമായി സഹകരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ മലയാളിത്വമുള്ള ജനങ്ങളെയും ഈ ഘട്ടത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതാദ്യമായിട്ടല്ല, പല ജില്ലകളിൽ തിരുവനന്തപുരത്ത്, കൊല്ലത്ത് ഒക്കെ ഇതുപോലുള്ള ചില വിശേഷ ദിവസങ്ങളിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട കടമ്മനത്തെ ചേട്ടൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാരി, കൂട്ടുകാരി ശാന്തേട്ടത്തി അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലുള്ള നാടകം കളിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഭക്ഷണം വിളമ്പി ശാന്തേട്ടത്തിയുടെ ഭക്ഷണം കഴിക്കാൻ കടമ്മനിട്ടയിലേക്ക് പോവുകയാണ്. ഒരു ചോദ്യമാണ്. ഇപ്പോൾ സഖാവ് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു ഇവിടെ അല്ലേ? സഖാവെ പറഞ്ഞു മറ്റാളുകളാണ് പാകം ചെയ്ത് നൽകുന്നത്. അപ്പം 8 വർഷമായിട്ട് ജനങ്ങൾ ഡിവൈഎഫ്ഐയിലേക്ക് ഈ പൊതിച്ചോറ് കൊടുത്തു വിടുക എന്ന് പറയുമ്പോൾ അവർ 8 വർഷമായി ഡിവൈഎഫ്ഐ വിശ്വസിക്കുന്നു. അവർ കൊടുക്കുന്ന പൊതിച്ചോറ് അത് അർഹതപ്പെട്ട കൈകളിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? അതൊരു അഭിമാനമല്ല മുൻ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി എന്നത്. 8 വർഷമായി ഇവിടെ തന്നെ ജനങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ ഒരു സംശയവുമില്ല. ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന പരിപാടി ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നതുകൊണ്ട് എനിക്ക് അഭിമാനകരമാണെന്ന് തോന്നുന്നു. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഡിവൈഎഫ്ഐ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞത്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അത് സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് ചുറ്റി സഞ്ചരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത്തരക്കാർ ഡിവൈഎഫ്ഐയുടെ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കണ്ടല്ല പഠിക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളപ്പൊക്കക്കെടുതിയിലും ഒക്കെ പെട്ട് ഉരുൾപൊട്ടലിൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ് വളരെ മാതൃകാപരമായൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. നല്ല ഉറപ്പുള്ള വീടുകൾ, ഒരു ചെറിയ എന്തെങ്കിലും വീടെന്ന് പറയാനുള്ള എന്തെങ്കിലും ഒരു മേൽക്കൂരയും 1-1.5 മുറിയും അല്ല, നല്ല ഉറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ളൊരു പദ്ധതി ഇട്ടു. ഒരുപാട് പേർ, രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ അതിൽ സഹകരിച്ചപ്പോൾ ഡിവൈഎഫ്ഐ 22 കോടി രൂപ ചപ്പ് ചവറുകൾ പെറുക്കി വിറ്റ് ബിരിയാണി ചലഞ്ച് നടത്തി സഹപ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും 22 കോടി രൂപ ശേഖരിച്ചിട്ടാണ് 100 വീടുകൾ ഈ നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു. അവിടെ നിന്നും ഡിവൈഎഫ്ഐ നിർമ്മിച്ചു തന്ന വീടൊന്നില്ല. പിണറായി വിജയൻ ഗവൺമെൻറ് ഏറ്റവും മാതൃകാപരമായൊരു സമീപനം എന്ന് പറഞ്ഞാൽ, ആ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് തോന്നരുത് തങ്ങൾക്കാരോ ദാനം തന്ന ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് തോന്നരുത്. ഫോട്ടോ വേണമെന്ന് അവകാശപ്പെടുമ്പോഴാണ്. അതെ 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 ചില ആളെന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നവർ സ്വന്തം ഫോട്ടോ വെക്കണമെന്നല്ല ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഇടതുപക്ഷ ബദൽ എന്നുള്ളത് പിണറായി വിജയൻ ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകൾ
വലിയ സംഭാവന നൽകുന്നു, വലിയ തോതിൽ പങ്കെടുക്കുന്നു. നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ ഡിവൈഫൈയുടെ 100 വീടുകൾ സർക്കാരിൻ്റെ വീടുകളോടൊപ്പം ലയിച്ചു ചേരുകയാണ്. നമുക്ക് ഇതാണ് ഡിവൈഫൈ കൊടുത്തെന്ന് പറയാം. 100 വീട് അങ്ങനെ ലയിച്ചു ചേരുകയാണ്. പ്രശസ്തി പബ്ലിസിറ്റി അല്ല അല്ലേ? കൃത്യമായിട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗവൺമെൻറ് സമാഹരിച്ച് കൊടുക്കുന്ന ഫണ്ട് കൊണ്ടും കേരള ഗവൺമെൻറ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടൊന്നും ഇവിടെ പറയുന്നില്ല. ഈ വീടുകൾ അവരുടെ വീടായിട്ട് മാറുകയാണ്. അത് നിർമ്മിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് എങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സമീപനവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സമീപനവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിലർ പറയും ഒരു വ്യത്യാസവുമില്ല ഡൽഹിയും തിരുവനന്തപുരത്തെ ഭരണവും തമ്മിൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മുണ്ടെടുത്ത മോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധം ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങൾക്കറിയാനുള്ള അവസരമാണ് പിണറായി വിജയൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. പിണറായി വിജയനും ഒരു കാലഘട്ടത്തിൽ ഈ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാവായിട്ട് വളർന്നു വന്നതാണ്. അപ്പോൾ ചില മൂല്യങ്ങൾ ഇവരെല്ലാം കാസൂക്ഷിക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഈ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്കും അനുഭവമുണ്ട്. 1 മാസത്തോളം കോട്ടയം മെഡിക്കൽ അഡ്മിറ്റ് ആയിക്കണം. അപ്പം ഡിവൈഫൈയുടെ പൊതിച്ചോറാണ് ഞാനും കഴിച്ചത്. അപ്പോൾ എന്തായാലും ജനറൽ സെക്രട്ടറിക്കും ഞങ്ങൾ എല്ലാവിധ ആശംസകളും കൈലീടെ നേടുന്നു. ഓണാശംസകൾ. താങ്ക് യു. അതായത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം അത് പറയാം. നമുക്കെല്ലാം തെറ്റുപറ്റുമെന്നുള്ളതിൻ്റെ ഉദാഹരണം ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റ് കടന്നുകൂടി. അതെൻ്റെ സുഹൃത്ത്, എന്താ താങ്കളുടെ പേര്? ജയകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു. പൊതിച്ചോറാണ് ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഓണത്തിന് ഓണസദ്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പറഞ്ഞതിൽ ഉണ്ടായ പിശക് ചൂണ്ടിക്കാണിച്ച് തിരുത്തിയതിൽ വളരെയധികം സന്തോഷം. വീട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ സദ്യ ഒരുക്കും. അങ്ങനെയുണ്ട്. വീട്ടിൽ ആശുപത്രി കിടക്കേണ്ടി വന്നു പോയത് കൊണ്ട് ഫലത്തിൽ ഓണം നമുക്കില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അല്ല, LDFൻ്റെ ഭരണകാലത്ത് DYFI പോലുള്ള സംഘടനകളുള്ള കാലത്ത് ആശുപത്രി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണമുണ്ട് എന്ന് അവർക്ക് അനുഭവപ്പെടാൻ അവസരം ഉണ്ടാക്കിയിരിക്കുന്നത്.